തെരുവ് നായശല്യത്തെ തുടർന്ന് ക്ലാസുകൾ മുടങ്ങിയ തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിൽ നാളെ ക്ലാസുകൾ വീണ്ടും തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് പ്രധാനാധ്യാപിക. 6ഓളം തെരുവ് നായ്ക്കളെ പിടികൂടി. നിലവിൽ സ്കൂൾ പരിസരത്ത് നായകളുടെ ശല്യമില്ലെന്നും പ്രധാനാധ്യാപിക പറഞ്ഞു. അനീഷ് ആന്റണി ചേരുന്ന വിവരങ്ങളുമായി. അനീഷ്, ഏതായാലും നാളെയോടുകൂടി തന്നെ സ്കൂൾ തുറക്കും, വീണ്ടും ക്ലാസുകൾ ആരംഭിക്കും എന്നതാണ് ഇപ്പോൾ പ്രധാനാധ്യാപിക പറയുന്നത്. നായകളെ എല്ലാം പിടികൂടിയിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇന്നലെയും ഇന്നുമാണ് ഈ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാരണം തെരുവുനായ ശല്യമാണ്. സ്കൂൾ കോമ്പൗണ്ടിനകത്ത് തെരുവുനായ പെറ്റുകിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നമുക്കറിയാം UP സ്കൂൾ ആയതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികളാണ് ഈ സ്കൂളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ കടുത്ത ഭീതിയിലാണ് ഈ പട്ടി കടിക്കുമെന്നുള്ളൊരു ഭീതി കൂടിയുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾ തന്നെ ഇടപെട്ടാണ് സ്കൂളിന് അവധി നൽകിയത്. മാത്രമല്ല, ഒരു മാസം മുൻപ് സ്കൂളിലേക്ക് വരുന്ന ഒരു വിദ്യാർത്ഥിയെ വഴിയിൽ വെച്ച് തെരുവുനായ കടിച്ചിരുന്നു. ആ നായയ്ക്ക് പേവിഷബാധ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തതോടുകൂടിയാണ് രക്ഷിതാക്കളൊക്കെ കടുത്ത ഭീതിയിലായത്. ഇന്നലെ മുതൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്തും പരിസരത്തുള്ള പട്ടികളെ പിടികൂടാനുള്ള വലിയ ശ്രമം നടത്തിയെങ്കിലും രാത്രിയായിട്ടും പിടികൂടാനായിരുന്നില്ല. പിന്നീട് ഇന്ന് രാവിലെ വീണ്ടും നടത്തിയ ശ്രമത്തിൽ 6ഓളം നായ്ക്കളെ പിടികൂടി. സ്കൂൾ കോമ്പൗണ്ടിനകത്തുള്ള നായ്ക്കളെ തുടരുക. ഇപ്പോൾ നമുക്ക് ഈ പ്രധാന അധ്യാപികയുടെ ഒരു പ്രതികരണമുണ്ട്. അതിലേക്ക് പോയതിനു ശേഷം അനീഷിലേക്ക് മടങ്ങിയെത്താം. നാളത്തെ ദിവസം അധ്യയന ദിവസമാക്കണമോ അതോ അവധി കൊടുക്കണോ എന്നുള്ള ഒരു തീരുമാനത്തെക്കുറിച്ച് യോഗ തീരുമാനം അനുസരിച്ചിട്ട് പട്ടികളെ ഇന്ന് രാവിലെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ പോയി കണ്ടു. അപ്പോൾ നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ വിഹരിച്ചിരുന്ന 2 നായ്ക്കൾ അവിടെ പിടിച്ചിട്ടിട്ടുണ്ട്. 4 എണ്ണം ഉണ്ടായിരുന്നത്. അതിലൊരെണ്ണം അമ്മപ്പട്ടിയാണ് പാനിക്കായി നടക്കുന്നത്. അതാണ് അക്രമ സ്വഭാവം കാണിക്കുന്നത്. തീർത്തും തീരുമാനം ഇപ്പോൾ പറയാൻ പറ്റില്ല. രാത്രി PTA എക്സിക്യൂട്ടീവ് ഗൂഗിൾ മീറ്റായി ഓൺലൈനായിട്ട് കൂടിയിട്ട് ഈ അവസ്ഥ അവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം അവരുടെ തീരുമാനം കൂടി കണക്കിലെടുത്തിട്ടാണ് നാളത്തെ ദിവസം പ്രവൃത്തി ദിനമാണോ അതോ അവധിയാണോ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. 6 പട്ടികളെയാണ് അവിടെ കണ്ടത്. അതിൽ 2 പട്ടികൾ നമ്മുടെ സ്കൂളിൽ കോമ്പൗണ്ടിൽ. അമ്മപ്പട്ടികളെ അവർ പിടിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും പിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ അവർ നമ്മുടെ വിദ്യാർത്ഥികൾക്കും ഇവിടുത്തെ അധ്യാപകർക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് പ്രവേശിക്കുന്ന ഓരോരുത്തർക്കും വേണ്ട സംരക്ഷണം ഒരുക്കാമെന്നൊരു വാക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണും. അനീഷ്, ഏതായാലും ഈ ഒരു പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് ഈ ഒരു കാര്യത്തിൽ നാളെ സ്കൂൾ തുറക്കാനാകുമോ എന്ന കാര്യത്തിൽ ഒരു PTA എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം ഒരു വ്യക്തത വരുമെന്നതാണ്. അതോടൊപ്പം തന്നെ ഇനി ഈ നായകളെ പിടികൂടാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് സംരക്ഷണം, കുട്ടികൾക്കും അധ്യാപകർക്കുമുള്ള സംരക്ഷണം പഞ്ചായത്ത് ഉറപ്പു നൽകുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അനീഷ്, തുടരാം. തീർച്ചയായും പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് സ്കൂൾ കോമ്പൗണ്ടിനകത്ത് പ്രസവിച്ച് കിടന്നിരുന്ന ആ തെരുവ് നായയും ഉൾപ്പെടെ പിടികൂടി എന്നാണ് പ്രധാന അധ്യാപിക പറയുന്നത്. നിലവിലിപ്പോൾ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് നായ ശല്യം പൂർണ്ണമായും ഒഴിഞ്ഞു. മാത്രമല്ല, പുറത്തുള്ള 2 നായ്ക്കളെയും പിടികൂടിയിട്ടുണ്ട്. ഇനി പ്രദേശത്ത് എവിടെയെങ്കിലുമൊക്കെ ഉള്ള നായ്ക്കളെ കൂടി ഇന്ന് ഒരു ദിവസം കൊണ്ട് പിടിക്കുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞിട്ടുള്ളത്. അഥവാ ഇനി ഏതെങ്കിലും നായ്ക്കളെ പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ നാളെ സ്കൂൾ തുറന്നാൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുന്നു പഞ്ചായത്ത് അധികൃതർ പ്രധാന അധ്യാപികയ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നാളെ സ്കൂൾ തുറക്കുമെന്നുള്ള കാര്യം അന്തിമ തീരുമാനം ഇന്ന് വൈകിട്ട് ഓൺലൈനായി ചേരുന്ന PTA എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് ശേഷമേ ഔദ്യോഗികമായി നാളെ സ്കൂൾ തുറക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയാൻ കഴിയുമെന്നുള്ള ഒരു കാര്യം കൂടി പ്രധാന അധ്യാപിക പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും 99% സ്കൂൾ നാളെ തുറന്ന് പ്രവർത്തിക്കും. കാരണം സ്കൂൾ കോമ്പൗണ്ടിനകത്തുള്ള തെരുവ് നായ ശല്യം പൂർണ്ണമായും ഒഴിവായി. ഏതായാലും തെരുവുനായ ശല്യത്തെ തുടർന്ന് ക്ലാസുകൾ മുടങ്ങിയ തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂൾ നാളെ മുതൽ വീണ്ടും ക്ലാസുകൾ ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് പ്രധാന അധ്യാപിക പറയുന്നത്. 6ഓളം തെരുവ് നായ്ക്കളെ പിടികൂടിയിട്ടുണ്ട്. നിലവിൽ സ്കൂൾ പരിസരത്ത് നായകളുടെ ശല്യമില്ല എന്നും പ്രധാന അധ്യാപിക പറയുന്നുണ്ട്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.